ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കുന്നത് അൽഗോരിതം തിങ്കിങ് വിത്ത് പൈത്തൺ ആണ്. സോ ഇപ്പോൾ നിങ്ങളൊരു ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്. അപ്പോൾ പൈത്തൺ യൂസ് ചെയ്തിട്ട് ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോഗ്രാമിങ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് പഠിക്കാനുണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ വരുന്നത് പ്രോബ്ലം സോൾവിങ് ടെക്നിക്ക്, അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ്, പ്രോഗ്രാമിംഗ് എന്താണെന്നൊക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കോഡിങ്സ് ഒന്നും അല്ല വരുന്നത്. സോ ഫസ്റ്റ് തന്നെ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപ്പോൾ നമുക്ക് ഒരു മെഷീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അതിനകത്ത് തന്നെ ഓൾറെഡി എന്തായിരിക്കും കുറേ ഫീച്ചേഴ്സ് എന്തിട്ട് ഓൾറെഡി കോഡായിരിക്കും. അതല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കോഡ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. അപ്പോൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ വിച്ച് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓർ കോഡ് ദാറ്റ് എ കമ്പ്യൂട്ടർ ക്യാൻ എക്സിക്യൂട്ട് ടു ടാക്കിൾ കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ്. സോ അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഒരു മെഷീനെ കോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷനെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്, ഒരു കോഡിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് സെറ്റ് ഓഫ് കോഡ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മെഷീനെ സെർട്ടൻ ഫംഗ്ഷൻസ് ചെയ്യാൻ വേണ്ടി. സോ അതിനാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. തന്നെ ലാംഗ്വേജ് യൂസ് ടു റൈറ്റ് ദിസ് കോഡ് ഈസ് നോൺ ആസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കോഡിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ജസ്റ്റ് നമുക്കറിയുന്ന ഒരു ലാംഗ്വേജിനകത്ത് മെഷീനകത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തില്ല, അത് വർക്ക് ചെയ്യില്ല. സോ എന്താണ്, ഈ ഒരു മെഷീന് ഒരു ലാംഗ്വേജ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത് സെർട്ടൻ ലാംഗ്വേജസ് ഉണ്ട്. ആ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്ത് കോഡ് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഇപ്പോൾ ഒരു മെഷീൻ വർക്ക് ചെയ്യുള്ളൂ. സോ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ മാത്രമല്ല, അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിട്ട് യൂസ് ചെയ്ത് വരുന്നല്ല ഏത് മെഷീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു മെഷീൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ബേസിക്കായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എല്ലാ ആളുകളും എന്ത് ചെയ്യണം, കോഡിങ് അറിഞ്ഞിരിക്കണം. സോ ഇപ്പോൾ അൽഗോരിതം എന്താ നോക്കാം. അപ്പോൾ അൽഗോരിതം വിച്ച് റെപ്രസെൻറ്റ് ദ ആബ്സ്ട്രാക്ട് മെത്തേഡ് ഫോർ സോൾവിങ് എ പ്രോബ്ലം. നമുക്ക് എന്താണ്, ഇപ്പോൾ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഓരോ മെത്തേഡ്സ് ഉണ്ടായിരിക്കും. സോ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൽഗോരിതം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ എന്താ, ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കിപ്പോൾ ഇപ്പോൾ 2 നമ്പർ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് തന്നെ ഇൻപുട്ടായിട്ട് വേണ്ട എന്താണ്, മീൻസ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഇൻപുട്ടായിട്ട് കൊടുക്കണം. ദെൻ എന്ത് ഫംഗ്ഷൻ ചെയ്യണം എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അതുപോലെ തന്നെ ജസ്റ്റ് ആ ഒരു ഫംഗ്ഷൻ ചെയ്താൽ മതി, അതല്ലാതെ വിഷ്വലൈസ് ചെയ്യണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സെറ്റ് ഓഫ് കോഡ്സിനെ അല്ലെങ്കിൽ എന്താണ് എന്ത് മെത്തേഡിൽ യൂസ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. then ഇനി അൽഗോരിതം an objective of an algorithm problem solving is to develop an effective algorithm that addresses the specific computational challenge. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഒരു അൽഗോരിതം യൂസ് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടാസ്ക് ഉണ്ടാവും. അപ്പോൾ എന്താണ്, നമുക്ക് എല്ലാ ആളുകളും എന്തായാലും ഒരേപോലെ ആയിരിക്കില്ല ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് കോഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോഴും എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിന് വേണ്ടി. സോ നമ്മൾ എന്ത് ചെയ്യുക, എഫക്റ്റീവ് ആകുമെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ലീസ്റ്റ് നമ്പർ ഓഫ് കോഡ്സ്, അതുപോലെ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. നമ്മളൊരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി an effective algorithm addresses the specific computational challenge. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടേഷണൽ ചാലഞ്ചിനെ അഡ്രസ് ചെയ്യുന്ന സ്പെസിഫിക് അല്ലെങ്കിൽ എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ് നമ്മൾ എന്ത് ചെയ്യുന്നതിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് നെസസറി ടു റൈറ്റ് കോഡ് ടു അപ്രീഷിയേറ്റ് അൽഗോരിതമിക് പ്രോബ്ലം സോൾവിംഗ്. എൻഗേജിംഗ് ഇൻ പ്രോഗ്രാമിംഗ് പ്രോസസ് ഓഫൻ ഡീപ്പൻസ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഹെൽപ്പ് ഇൻ ഡിസ്കവറിംഗ് മോർ എഫിഷ്യൻറ്റ് ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് സൊല്യൂഷൻ ടു കോംപ്ലക്സ് ഇഷ്യൂസ്. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ജസ്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു കോഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു അൽഗോരിതം അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മോർ കമ്പ്യൂട്ടർ അല്ല കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ത് ചെയ്യാൻ പ്രപ്പോസ് ചെയ്യുക, അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ. തന്നെ അൽഗോരിതം ഇസ് എ സെറ്റ് ഓഫ് വെൽ ഡിഫൈൻഡ് സ്റ്റെപ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ലേറ്റ് ഇൻ ടു എ ഫോം യൂഷ്വലി നോൺ ആസ് കോഡ് ഓർ പ്രോഗ്രാം ദാറ്റ് ഈസ് എക്സിക്യൂട്ടബിൾ ബൈ എ കമ്പ്യൂട്ടർ ഡിവൈസ്. സോ അൽഗോരിതത്തിൻ്റെ കുറച്ചും കൂടി നല്ലൊരു ഡെഫിനേഷനാണ്. അപ്പോൾ എന്താണ്, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കും, അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഡ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലെങ്കിൽ കോഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മളൊരു കോഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ ജോർജ് പോളിയ എന്ന് പറയുന്ന ഹൗ ടു സോൾവ് ഇറ്റ് എന്ന് പറയുന്ന ഒരു ബുക്കിനകത്തുള്ള സ്റ്റെപ്സ് ആണ് അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിന് 4 സ്റ്റെപ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ പേര് ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല, ജസ്റ്റ് എന്ത് ഈ ഒരു 4 സ്റ്റെപ്സ് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിനകത്ത് 4 ഫേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫേസ് 1 എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഫേസ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കണം. ദെൻ വാട്ട് ഈസ് അൺനോൺ, വാട്ട് ആർ ദ ഡാറ്റ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ്, നമുക്ക് അൺനോൺസ് എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡാറ്റ ഉണ്ട്. സോ നമുക്ക് ഇപ്പോൾ എന്താണ്, ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യില്ല, ഒരേ പോലത്തെ ആയിരിക്കില്ല പ്രോബ്ലംസ്. പക്ഷേ നമ്മൾ ബേസിക്കായിട്ട് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു അൺനോൺ ഉണ്ടാവും. ദെൻ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യുക, ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ടാവും. വാട്ട് ഈസ് ദ കണ്ടീഷൻ, ഈസ് ഇറ്റ് പോസിബിൾ ടു സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ, ഈസ് ദ കണ്ടീഷൻ സഫീഷ്യൻ ടു ഡിറ്റർമൈൻ ദ അൺനോൺ ഓർ ഇറ്റ് ഈസ് ഇൻസഫീഷ്യൻറ്റ് ഓർ റിഡൻഡൻറ്റ് ഓർ കോൺട്രഡിക്ടറി. സോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ്,
സെർട്ടൻ ഡാറ്റ ഉണ്ടായിരിക്കും. സോ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഡാറ്റ എന്താണ് ഒരു ഇൻ്റർ റിലേഷൻ ഉണ്ട്, അതായത് നമ്മളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ സെർട്ടൻ കണ്ടീഷൻസ് എന്ത് ചെയ്യണം, ഈ ഒരു സെറ്റ് ഓഫ് ഡാറ്റ സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ പിന്നെ നമ്മളെന്താണ് ഈ ഒരു കണ്ടീഷൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയണം. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഈ ഒരു ഇത്രയും കണ്ടീഷൻസ് നമുക്ക് എന്താണ് ഗിവൺ അൺനോൺസിനെ അല്ലെങ്കിൽ എന്താ നമുക്ക് വേണ്ടുന്ന അൺനോൺസിനെ ഫൈൻഡ് ചെയ്യാൻ സഫീഷ്യൻ്റ് ആണോ എന്ന്, അതുപോലെ തന്നെ സഫീഷ്യൻ്റ് ആണോ ഇൻസഫീഷ്യൻ്റ് ആണോ, അതുപോലെ തന്നെ റിഡൻഡൻ്റ് ആണോ. റിഡൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് യൂസ്ഫുൾ ആയിരിക്കില്ല. ദെൻ കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. വെൻ ഡ്രോ എ ഫിഗർ ഇൻട്രൊഡ്യൂസ് എ സ്യൂട്ടബിൾ നൊട്ടേഷൻ. ദെൻ അടുത്ത് ഈ ഒരു ഫസ്റ്റ് ഫേസിനകത്ത് വരുന്ന അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഫിഗർ നമ്മൾ വരയ്ക്കുക. അപ്പോൾ നമ്മളെന്താണ് ഈ ഒരു പ്രോഗ്രാമിങ്ങിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലോ ചാർട്ട്സ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രോ ദ ഫിഗർ ആൻഡ് ഇൻട്രൊഡ്യൂസ് സൂട്ടബിൾ നൊട്ടേഷൻസ്. ദെൻ സെപ്പറേറ്റ് വേരിയസ് പാർട്സ് ഓഫ് എ കണ്ടീഷൻ, കൻ യു റൈറ്റ് ദം ഡൗൺ. അതേപോലെ തന്നെ എന്താണ് നമ്മൾ അതിനെ ഒരു പ്രോബ്ലത്തിന് തന്നെ എന്താണ് ഡിഫറെൻറ്റ് പാർട്സ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഡിഫറെൻറ്റ് പാർട്സ് ആക്കിയിട്ട് അതുപോലെ തന്നെ റൈറ്റ് ഡൗൺ ചെയ്യാൻ പറ്റണം. അടുത്തൊരു ഫേസ് എന്ന് പറയുന്നത് ഡിവൈസിങ് എ പ്ലാൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രോബ്ലം നമുക്ക് മനസ്സിലായി, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് സഫീഷ്യൻറ്റ് ഡാറ്റ ആണോ, അതുപോലെ തന്നെ അൺനോൺസ് ഏതൊക്കെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി വേണ്ടത് എന്താണ്, ഇനി നമുക്ക് ഈ ഒരു അൺനോൺസ് കണ്ടുപിടിക്കാൻ ഈ ഒരു കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഡിവൈസിങ് എ പ്ലാൻ എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഫേസ് വരുന്നത്. ഹാവ് യു സീൻ ഇറ്റ് ബിഫോർ ഓർ ഹാവ് യു സീൻ ദ സെയിം പ്രോബ്ലം ഇൻ എ സ്ലൈറ്റ്ലി ഡിഫറൻറ്റ് ഫോം. സോ എന്താണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്താണ് എപ്പോഴും എന്തായിരിക്കും നമുക്ക് സൊല്യൂഷൻ, നമ്മളെന്തോ നമ്മുടെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് സിറ്റുവേഷൻസ് ഫിസിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ ഡിഫറൻറ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് എന്താണ് ചിലപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടുന്ന മെത്തേഡ് നമുക്ക് എന്താകും ഫെമിലിയർ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ഈസി ആയിരിക്കും. ദെൻ ടു നോ റിലേറ്റഡ് പ്രോബ്ലംസ്. ദെൻ എന്താണ് ഇനിയിപ്പോൾ നമ്മളതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് പ്രോബ്ലംസ് അറിയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ചെയ്യണം. ദെൻ ലുക്ക് അറ്റ് ദി അൺനോൺ, ട്രൈ ടു തിങ്ക് ഓഫ് എ ഫെമിലിയർ പ്രോബ്ലം ഹാവിങ് സെയിം ഓർ സിമിലർ അൺനോൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് എന്താ അതൊക്കെ അൺനോൺസ് ഉള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമ്മളതിനെ ഫെമിലിയർ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള പ്രോബ്ലം അല്ലെങ്കിൽ എന്താണ് ഇതുപോലത്തെ അൺനോൺസ് വരുന്ന മറ്റ് പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, തിങ്ക് ചെയ്യണം. ദെൻ സ്പ്ലിറ്റ് ദ പ്രോബ്ലം ഇൻറ്റു സ്മോളർ ആൻഡ് സിംപ്ലർ സബ് പ്രോഗ്രാംസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പിനകത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞത് നമുക്കിതിനെ സെപ്പറേറ്റ് പാർട്സ് ആക്കിയിട്ട് അതല്ലേ ഓരോ കണ്ടീഷനെ തന്നെ സെപ്പറേറ്റ് പാർട്സ് ആക്കിയിട്ട് എഴുതാൻ പറ്റും നമ്മൾ പറഞ്ഞു. ദെൻ ഇപ്പോൾ ഈ ഒരു കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്യണം, എന്ത് ചെയ്യണം, നമ്മൾ സെപ്പറേറ്റ് അതായത് സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഒരു വലിയൊരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് പ്രോബ്ലംസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. ദെൻ ഇഫ് യു കനോട്ട് സോൾവ് ദ പ്രൊപ്പോസ്ഡ് പ്രോബ്ലം, ട്രൈ ടു സോൾവ് ഫസ്റ്റ് സം റിലേറ്റഡ് പ്രോബ്ലംസ് ഓർ സോൾവ് മോർ ജനറൽ പ്രോബ്ലം ഓർ സ്പെഷ്യൽ കേസ് ഓഫ് ദ പ്രോബ്ലം ഓർ സോൾവ് ദ പാർട്ട് ഓഫ് ദ പ്രോബ്ലം. സോ ഇപ്പോൾ മൊത്തത്തിലൊരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു പാർട്ട് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ളൊരു പാർട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ ഏതൊരു പ്രോബ്ലത്തിൻ്റെയും സോൾവ് ചെയ്യേണ്ടുന്ന മെത്തേഡ്സ് ആണ് പറയുന്നത്. നമുക്ക് ടോട്ടലി ജനറൽ മീൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ഇറ്റ് ഇൻ മോർ ജനറൽ വേ ഓർ ഇൻ എ സ്പെസിഫിക് വേ, അല്ലെങ്കിൽ എന്താണ് ഒരു സ്പെഷ്യൽ പ്രോബ്ലം മാത്രം സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു പാർട്ട് മാത്രം സോൾവ് ചെയ്യുക. ദെൻ ക്യാരിങ് ഔട്ട് ദ പ്ലാൻ. അടുത്തത് നമുക്ക് എന്താണ് ഒരു പ്ലാൻ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. സോ ഇനി അടുത്തൊരു എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പ്ലാൻ നമ്മൾ എന്ത് ചെയ്യാൻ ക്യാരി ഔട്ട് ചെയ്യുക. സോ ദ ക്യാരി ഔട്ട് യുവർ പ്ലാൻ ഓഫ് ദ സൊല്യൂഷൻ, ചെക്ക് ഈച്ച് സ്റ്റെപ്പ് എന്ത് ചെയ്യണം, നമ്മൾ ഓരോ സ്റ്റെപ്പും ചെക്ക് ചെയ്ത് നോക്കുക. ക്യാൻ യു സീ earlierly that the step is correct, then can you prove that is correct. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യുന്ന സ്റ്റെപ്സ് കറക്റ്റ് ആണോ എന്ന് എന്ത് ചെയ്യണം, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ പ്രൂവ് ചെയ്യാനും നമുക്ക് പറ്റണം. നമ്മൾ ചെയ്യുന്നത് നമ്മൾ വെറുതെ ഇപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുന്നത് നമ്മൾ സോൾവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് എന്ത് ചെയ്യണം, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെന്ന് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റണം. ദെൻ അതേപോലെ തന്നെ സ്റ്റെപ്പ് കറക്റ്റ് ആണെന്ന് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അത് പ്രൂവ് ചെയ്യാൻ പറ്റണത് കറക്റ്റ് ആണെന്ന്. ദെൻ ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത് ലുക്കിംഗ് ബാക്ക്. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫീഡ്ബാക്ക് എടുക്കണമല്ലോ. അപ്പോൾ അത് ലുക്കിംഗ് അതാണ് പറയുന്നത്. ക്യാൻ യു ചെക്ക് ദ റിസൾട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ക്യാൻ യു ഡിറൈവ് ദ റിസൾട്ട് ഡിഫറൻ്റ്ലി. ദെൻ എന്ത് ചെയ്യാം, ഈ ഒരു റിസൾട്ട് തന്നെ ഡിഫറൻറ്റ് വേയിൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും നോക്കുക. ദെൻ ക്യാൻ യു യൂസ് ദ റിസൾട്ട് ഓർ മെത്തേഡ് ഫോർ സം അതർ പ്രോബ്ലം. സോ അപ്പോൾ നമ്മളൊരു പ്രോബ്ലം ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ സിമിലർ പ്രോബ്ലംസ് മുമ്പ് കണ്ടോ, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, തിങ്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ ഒരു സിമിലർ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെയാണ് ഈ ഒരു ഫോർത്ത് സ്റ്റെപ്പിനകത്ത് വരുന്നത്. സോ ഇപ്പോൾ ഇതാണ് ജോർജ് പോളിയുടെ പ്രോബ്ലം സോൾവിങ് ഫേസസ് വരുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം, ദെൻ ഡിവൈസ് എ പ്ലാൻ ടു സോൾവ് ദ പ്രോബ്ലം, ദെൻ ക്യാരി ഔട്ട് ദ പ്ലാൻ, ദെൻ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് പറയും ലുക്കിംഗ് ബാക്ക് എന്നാണ് പറയുന്നത്. സോ ഇപ്പോൾ ഇതാണ് 4 സ്റ്റെപ്സ് വരുന്നത്. സോ ഇപ്പോൾ ജനറൽ ആയിട്ട് വരുന്നതാണ് ഏതൊരു പ്രോബ്ലം സോൾവിങ്ങിനും എന്താണ് ഈ 4 സ്റ്റെപ്സ് ഒക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. Then problem solving strategies. Problem solving strategies are essential tools that enable you to effectively tackle a wide range of challenges by providing structured method to analyze, understand and resolve the problem.
സോ ഇപ്പോൾ നമ്മൾ ജോർജ് പോളിയുടെ എന്താണ് 4 ഫേസ് ഓഫ് എ പ്രോബ്ലം സോൾവിങ് കണ്ടു. ഇനി വരുന്നത് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ ട്രയൽ ആൻഡ് എറർ വരുന്നുണ്ട്. അപ്പോൾ 4 സ്ട്രാറ്റജീസിനകത്ത് കൊടുത്തിട്ടുണ്ട്. ട്രയൽ ആൻഡ് എറർ, ഹ്യൂറിസ്റ്റിക് അപ്രോച്ച്, ദെൻ മീൻ ആൻഡ് അനാലിസിസ്, ദെൻ ബാക്ക് ട്രാക്കിംഗ്. അപ്പോൾ അതിനൊരു ഇൻട്രഡക്ഷൻ ആയിട്ട് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ എന്താണ്? എസെൻഷ്യൽ ടൂൾസ് ദാറ്റ് എനേബിൾസ് യു ടു ഇഫക്റ്റീവ്ലി ടാക്കിൾ എ വൈഡ് റേഞ്ച് ഓഫ് ചാലഞ്ചസ് ബൈ പ്രൊവൈഡിംഗ് സ്ട്രക്ചേർഡ് മെത്തേഡ്സ് ടു അനലൈസ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിസോൾവ് പ്രോബ്ലം. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പോലെ തന്നെ എന്താണ് മറ്റൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റണം? ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു വേല് വേണം എന്ത് ചെയ്യാം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ സോ ഇപ്പോൾ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ എന്താണ്? വിച്ച് ആർ ദി എസെൻഷ്യൽ ടൂൾസ് ദാറ്റ് എനേബിൾ യു ടു ഇഫക്റ്റീവ്ലി ടാക്കിൾ wide range of the challenges by providing structured method to analyze, understand and resolve problems. So അപ്പോൾ നമുക്ക് അപ്പോൾ ഇവിടെ 4 മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ എന്തിനാണ് നമുക്ക് ഇപ്പോൾ ഈ 4 മെത്തേഡ്സ് എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യണം? ജസ്റ്റ് നമുക്ക് നോക്കാം. സോ ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മൾട്ടിപ്പിൾ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ്. അപ്പോൾ എന്താണ് ഇത് 4 സ്ട്രാറ്റജിയാണ്. എങ്ങനെയൊക്കെ നമുക്ക് 4 മെത്തേഡിൽ പ്രോബ്ലം സോൾവ് ചെയ്യാം. ജസ്റ്റ് പേര് കൊടുത്തിട്ടുണ്ട്. സോ ഇനി അതിനെക്കുറിച്ച് ഈ ഒരു ട്രയൽ ആൻഡ് എറർ, മീൻ ആൻഡ് അനാലിസിസ്, അതുപോലെ ബാക്ക് ട്രാക്കിംഗ്, ദെൻ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് ഇത്രയും കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ 4 മെത്തേഡ്സും. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇങ്ങനെ 4 മെത്തേഡ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് മെത്തേഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ജോർജ് പോളിയ ജനറലായിട്ട് എന്താ 4 ഫേസ് തന്നിട്ടുണ്ട്. ദെൻ അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? 4 മെത്തേഡ്സ് പഠിക്കാനുണ്ട്. സോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പൈത്തൻ്റെ ഒക്കെ ഇൻട്രൊഡക്ഷനിൽ വരുന്നത് വാട്ടർഫോൾ മെത്തേഡൊക്കെ ഉണ്ടായിരുന്നു എന്ത് പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ജനറലായിട്ട് നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ബേസിക് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇപ്പോൾ തിയറട്ടിക്കൽ പാർട്ടാണ്. ജസ്റ്റ് ഇതൊക്കെ അങ്ങനെ തന്നെ ബൈ ഹാർട്ട് പഠിക്കാനുള്ളതാണ്. സോ ഇപ്പോൾ നമുക്ക് നോക്കാം എന്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത്. സോ അഡാപ്റ്റബിലിറ്റി, ഡിഫറൻറ്റ് പ്രോബ്ലം റിക്വയർ ഡിഫറൻറ്റ് അപ്രോച്ച്, അണ്ടർസ്റ്റാൻഡിങ് മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് അലൗസ് ഫോർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി ഇൻ പ്രോബ്ലം സോൾവിങ്. സോ എന്താണ് നമുക്ക് ഡിഫറൻറ്റ് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാൾ സോൾവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ സോൾവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന അതേ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് മറ്റൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ എനിക്കൊരു മെത്തേഡ് അറിയാം, ഞാൻ ഒരു മെത്തേഡിലൂടെ മാത്രം എന്ത് ചെയ്യാനുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന പ്രോബ്ലംസ് മാത്രമേ ഞാൻ സോൾവ് ചെയ്യുന്നുള്ളൂ നമുക്ക് പറയാൻ പറ്റില്ല. വി ഹാവ് ടു ബി അഡാപ്റ്റീവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻറ്റ് പ്രോബ്ലംസിന് ഡിഫറൻറ്റ് അപ്രോച്ച് നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. സോ ഇപ്പോൾ അതിനാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇപ്പോൾ മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഫക്റ്റീവ് ആൻഡ് അഡാപ്റ്റീവ് ആയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വേരിയസ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് എഫിഷ്യൻസി. സം സ്ട്രാറ്റജീസ് ആർ മോർ എഫക്റ്റീവ് ഫോർ സ്പെസിഫിക് ടൈപ്പ് ഓഫ് പ്രോബ്ലം ഹാവിംഗ് സോ ഇപ്പോൾ നമുക്ക് ഹാവിംഗ് എ റിപ്പീറ്റർ ഓഫ് സ്ട്രാറ്റജീസ് ക്യാൻ സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. സോ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്? അത് ലീസ്റ്റ് നമ്പർ ഓഫ് കോഡ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിരിക്കണം. സോ അപ്പോൾ ഇവിടെ പറയുന്ന എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില സ്ട്രാറ്റജീസ് എന്തായിരിക്കും? സ്പെസിഫിക് ടൈപ്പ് ഓഫ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൻ്റെ കേസിൽ മോർ എഫക്റ്റീവ് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക? ഏത് പ്രോബ്ലത്തിന് ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യണം എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതൊരു ലീസ്റ്റ് ടൈമിൽ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ പ്രോഗ്രാമിൻ്റെ കേസ് മാത്രമല്ല പറയുന്നത്, അല്ലെങ്കിൽ എന്താ ഒരു കോഡിൻ്റെ കേസല്ല, നമുക്ക് ഏത് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളത് ഇൻ മീൻ ടൈം ചെയ്ത് തീർക്കണം. സോ അതിനാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? വൈഡ് റേഞ്ച് ഓഫ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വൈഡ് റേഞ്ച് ഓഫ് ഐഡിയാസ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഏത് പ്രോബ്ലത്തിന് ഏത് മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻ മീൻ ടൈം നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. സോ അതാണ് ദെൻ ഇംപ്രൂവ്ഡ് ഔട്ട്കം, ഡൈവേഴ്സ് സ്ട്രാറ്റജീസ് ഓഫ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് ആൻഡ് പൊട്ടൻഷ്യൽ സൊല്യൂഷൻ, ഇൻക്രീസിംഗ് ദ ലൈക്ലിഹുഡ് ഓഫ് ഫൈൻഡിങ് ഓപ്റ്റിമൽ സൊല്യൂഷൻ. ഇപ്പോൾ ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്ക് ഡിഫറൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ദെൻ നമുക്ക് എന്താണ്? പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. സോ വിച്ച് വുഡ് ഇൻക്രീസ് ദി ലൈക്ലിഹുഡ് ഓഫ് ഫൈൻഡിങ് ഓപ്റ്റിമൽ സൊല്യൂഷൻ. സോ ഇത് പ്രോബ്ലം ഓപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സോ ഇപ്പോൾ നമുക്ക് ഡിഫറൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്രയും എളുപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്റ്റിമം സൊല്യൂഷൻസിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും പെട്ടെന്ന്. ദെൻ സ്കിൽ ഡെവലപ്മെൻറ്റ്, എക്സ്പോഷർ ടു വേരിയസ് സ്ട്രാറ്റജീസ് എൻഹാൻസ് കോഗ്നിറ്റീവ് സ്കിൽസ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ക്രിയേറ്റിവിറ്റി. സോ ഇപ്പോൾ നമ്മുടെ ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് അറിയുന്നുണ്ടെങ്കിൽ നമ്മളെന്താ സ്കിൽ എന്തായിരിക്കും? സ്കിൽ ഡെവലപ്ഡ് ആയി മാറും. ദെൻ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിനകത്ത് വരുന്ന ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്ന ആ ഒരു സ്ട്രാറ്റജി നോക്കാം. So trial and error problem solving strategy involve attempting different solution and learning from mistake until a successful outcome is achieved. സോ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു പേര് പോലെ തന്നെ ട്രയൽ ആൻഡ് എറർ ഒരു പേര് പോലെ തന്നെ എന്താണ്? നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇററാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഒരു ട്രയൽ കൂടി പോയി നോക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇതിനകത്ത് എറർ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി ഇൻവോൾവ് അറ്റംപ്റ്റിംഗ് ഡിഫറൻറ്റ് സൊല്യൂഷൻ ആൻഡ് ലേണിംഗ് ഫ്രം ദ മിസ്റ്റേക്ക്. സോ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻറ്റ് സൊല്യൂഷൻസ് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ പറയുന്നത് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒരു സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് കൊടുത്ത് നോക്കുക. അപ്പോൾ അത് മിസ്റ്റേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. അണ്ടിൽ എന്ത് ചെയ്യുക? സക്സസ്ഫുൾ ഔട്ട്കം ഈസ് അച്ചീവ്ഡ്.
സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, അതേപോലെ സെയിം സ്ട്രാറ്റജി അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ മെത്തേഡ് റിലൈസ് ഓൺ എക്സ്പെരിമെന്റേഷൻ ആൻഡ് ഐട്രേഷൻ rather than asymmetric or analytical approach. നമുക്ക് അറിയില്ല ഇതിൻ്റെ ഇപ്പോൾ മീൻസ് എത്രാമത്തെ ഐട്രേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കിട്ടുന്ന അറിയില്ല. ഇപ്പോൾ എന്താണ്, ഇതൊരു എക്സ്പെരിമെന്റൽ അപ്രോച്ചാണ്. അപ്പോൾ നമ്മളൊരു കോയിൻ ടോസ്, ഇപ്പോൾ നമുക്ക് എപ്പോഴാണ് ഹെഡ് കിട്ടുന്നത്, എപ്പോഴാണ് ടൈൽ കിട്ടുന്നതെന്ന് അറിയില്ല. നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ കണ്ടിന്യൂസ്ലി ഒരു 100 ടൈംസ് നമ്മൾ കോയിൻ ടോസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യില്ല, അപ്പോൾ നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് ഹെഡ് കിട്ടുക എന്നുള്ളതാണെങ്കിൽ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോൾ അതിന് നമുക്കവിടെ ഒരു എന്താണ് പ്രഡിക്റ്റഡ് ഔട്ട്കം കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യണം, എത്ര മീൻസ് അത് അച്ചീവ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ട്രയൽ തുടർന്നുകൊണ്ടിരിക്കണം. സോ ഇതാണ് ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഫസ്റ്റ് ഇറ്ററേഷനിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹെഡ് കിട്ടാം. ഞാൻ ജസ്റ്റ് പറയുന്ന ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ട്രയൽ ആൻഡ് എറർ പ്രോബ്ലംസ്, ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എത്ര ടൈം കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്താണ് ഫസ്റ്റ് ട്രയലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ എന്താണ് ഒരു 100 ടൈംസോ 1000 ടൈംസോ ട്രയൽ ചെയ്ത് നോക്കിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു സിസ്റ്റമാറ്റിക് വേ അല്ലെങ്കിൽ അനലിറ്റിക്കൽ അപ്രോച്ച് അല്ല. സോ ഇപ്പോൾ നമ്മളൊരു പാസ്വേഡ് മറന്നു വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അത് റിക്കവർ ചെയ്യാൻ ഒരു റിക്കവറി മെത്തേഡിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്യുക. എങ്ങനെയാണ് നമുക്കറിയുന്നത് പോലെ അല്ലെങ്കിൽ ഓർമ്മ ഉള്ളതുപോലെ എന്ത് ചെയ്യാം, പാസ്വേഡ് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇപ്പോൾ ഇതിനകത്ത് സ്റ്റെപ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യൽ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, കോമൺലി യൂസ് നമ്മളോടൊപ്പം ഒരു സൈറ്റിനകത്ത് നമ്മൾ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ നമ്മളോട് എന്ത് ചോദിക്കുന്നത്, ഫോൺ കൊടുക്കാൻ പറയും. നിങ്ങൾക്ക് ലാസ്റ്റ് പാസ്വേഡ് എന്താണ് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് പാസ്വേഡ്, സോ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പാസ്വേഡ് അതായത് നമ്മൾ പാസ്വേഡ് 1 2 3 ആണ് കൊടുത്തിട്ടുള്ളത്. സോ അപ്പോൾ അതിലെ പ്രോസസ്സ് പറയുമ്പോൾ സ്റ്റാർട്ട് ബൈ ട്രൈങ് എ പാസ്വേഡ് യു കോമൺലി യൂസ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാസ്വേഡ് ജസ്റ്റ് കൊടുത്ത് നോക്കുക. ലേണിംഗ് ഫ്രം ദ മിസ്റ്റേക്ക്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഫസ്റ്റ് ഇനീഷ്യൽ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് നമുക്ക് അറിയുന്നൊരു എന്താണ് ഒരു കീ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. സോ പാസ്വേഡ് 1 2 3 എന്നാണ് ജസ്റ്റ് എന്താണ് എക്സാമ്പിളായി കൊടുത്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ 2024 അല്ലെങ്കിൽ മൈ ഡോഗ് ടോമി എല്ലാം കൊടുത്തിട്ടുള്ളതിനകത്ത് എക്സാമ്പിൾസ് ആണ്. ജസ്റ്റ് ഹെഡ് ലേൺ ചെയ്യുക. ഇതിനകത്ത് ഈ ഒരു സ്റ്റെപ്സിൻ്റെ പേര് മാത്രം ജസ്റ്റ് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ മതി. ബാക്കി ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമ്പിളൊക്കെ ജസ്റ്റ് എടുക്കാം. സോ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പാസ്വേഡ് കൊടുത്തു, അത് തെറ്റാണ്. സോ ലേൺ ഫ്രം ദ മിസ്റ്റേക്ക്. നൺ ഓഫ് ദീസ് ഇനീഷ്യൽ അറ്റംപ്റ്റ്സ് വർക്ക് ദെൻ യു ദെൻ റിക്കോൾ ദാറ്റ് യു സംടൈംസ് യൂസ് എ കോമ്പിനേഷൻ ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻ. സോ ഇപ്പോൾ ഇതെല്ലാം പാസ്വേഡ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള പാസ്വേഡ് നമ്മൾ വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ദെൻ റിഫൈൻമെൻറ്റ്. ആഫ്റ്റർ സെവറൽ ഫെയിൽഡ് അറ്റംപ്റ്റ്സ് യു റിമെമ്പർ you recently started using a few format for your password, combining a favorite code with a special character. സോ ഇപ്പോൾ ഈ ഒരു പാസ്വേഡിൻ്റെ കേസാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രോസസ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു 10 പ്രാവശ്യം നമ്മൾ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ജസ്റ്റ് അത്രയും തവണ ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് നമുക്ക് റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും ഏത് ടൈപ്പിലുള്ള പാസ്വേഡാണ് നമ്മൾ യൂസ് ചെയ്തെന്നുള്ളത്. സോ അപ്പോൾ നമ്മൾ റാൻഡമായിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പാസ്വേഡ് ടൈപ്പ് ചെയ്തോളൂ. ഒരു കുറേ തവണ ഫെയിലായി കഴിഞ്ഞാൽ സക്സസ് അടുത്തത് ഇവൻച്വലി പെർസിസ്റ്റൻറ്റ് ട്രയൽ ആൻഡ് എറർ യു ഹിറ്റ് അപ്പോൺ ദി കറക്റ്റ് പാസ്വേഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ സൊല്യൂഷനാണ് ഇവർ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കിട്ടികളൊന്നും ഇല്ല. ഓക്കെ, ദിസ് മെത്തേഡ് ഇസ് പ്രാക്ടിക്കൽ വെൻ ദർ ഇസ് നോ ക്ലിയർ പാത്വേ ടു ദ സൊല്യൂഷൻ ആൻഡ് അലോസ് ഫോർ ഡിസ്കവറിംഗ് ദി കറക്റ്റ് ആൻസർ ത്രൂ എ പെർസിസ്റ്റൻറ്റ് ആൻഡ് അഡാപ്റ്റബിലിറ്റി. സോ ഇപ്പോൾ ഒരു സ്ട്രാറ്റജിക് മീൻസ് എന്താണ്, ഒരു അനലിറ്റിക്കൽ വേ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് വേ ഇല്ലാത്ത സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇത്ര ഇതിനകത്ത് പറയുന്നു. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ട്രയൽ ആൻഡ് എറർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു സക്സസ് അച്ചീവ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ട്രയൽ ചെയ്തുകൊണ്ടിരിക്കണം. തന്നെ എറർ കിട്ടുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ട്രയൽ ചെയ്യുക. സക്സസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുക, നോ ക്ലിയർ പാത്വേ ടു സൊല്യൂഷൻ ഓർ അലൗഡ് ഫോർ ഡിസ്കവറിംഗ് ദി കറക്റ്റ് ആൻസർ ത്രൂ എ പെർസിസ്റ്റൻറ്റ് അഡാപ്റ്റബിലിറ്റി. സോ എന്താണ്, ഒരു ക്ലിയർ പാത്വേ ഇല്ലാത്ത സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. അൽഗോരിതമിക് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി. ആൻഡ് അൽഗോരിതം ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലോജിക്കൽ പ്രൊസീജിയർ ദാറ്റ് guarantee a solution to a problem. It is a systematic and follows a defined sequence of operation, ensuring consistency and accuracy in finding the correct solution. So in an algorithmic step by step എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു അൽഗോരിതം ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിന് പെർഫെക്റ്റ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. സോ എന്താണത്, ഒരു ലോജിക്കൽ വേ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ എന്ന് പറയാൻ പറ്റില്ല, അപ്പോൾ ഒരു ലോജിക്കൽ റീസണിങ്, ആ ഒരു ടൈപ്പ് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജിയാണ് അൽഗോരിതമിക് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. then എന്തായിരിക്കും, സിസ്റ്റമാറ്റിക് ആയിരിക്കും. then ഇപ്പോൾ അതിനകത്തുള്ള സ്റ്റെപ്സ് നോക്കാം. gather the ingredients, then reach out oven, mix ingredients, prepare baking pan, pour batter, bake, check for doneness, cool and serve. സോ ഇപ്പോൾ ഇതിനകത്തൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ്, ഒരു കേസാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ നമ്മളൊരു അൽഗോരിതം ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്താണ് ഒരു 2 നമ്പർ ഇപ്പോൾ
ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിനകത്ത് ഫസ്റ്റ് ഇൻപുട്ട് എടുക്കണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ഫംഗ്ഷനാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അഡീഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യണം മീൻസ് രണ്ട് നമ്പേഴ്സിനെ പരസ്പരം എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സോ ഇപ്പോൾ അതുപോലെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എന്താണ്, ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സാണ് ഇതിനകത്ത് ഈ ഒരു എക്സാമ്പിളിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള മീൻസ് ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. സോ ഇപ്പോൾ നമ്മൾ ഗ്യാദർ ദ ഇൻഗ്രീഡിയൻസ്, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. സോ ഇപ്പോൾ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഗ്യാദർ ചെയ്ത് വെച്ചു. അതിനകത്ത് നമുക്ക് കണ്ടീഷൻ, നമുക്ക് ഏത് കണ്ടീഷനിൽ വേണം എന്ത് ചെയ്യാൻ, ഇത് ചെയ്യാൻ വേണ്ടി എന്നുള്ളത്. അതായത് എന്താണ്, സെറ്റ് ദി ഓവൻ ടു 175 ഡിഗ്രി സെൽഷ്യസ്. ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിനകത്തുള്ളൊരു എക്സാമ്പിളാണ്. ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ഇപ്പോൾ എന്ത് ഈ ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടുന്ന തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ മിക്സ് ദ ഇൻഗ്രീഡിയൻസ്. സോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ്, ഇപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഈ ഒരു ഇൻഗ്രീഡിയൻസിനെ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അതിനകത്ത് നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ആവശ്യമുള്ള ഡാറ്റേഴ്സിനെ റിഫൈൻ ചെയ്തെടുക്കുക. ദെൻ അതിനകത്തേക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ദെൻ പ്രിപ്പയർ എ ബേക്കിംഗ് പാൻ, ഗ്രീസ് എ ബേക്കിംഗ് പാൻ വിത്ത് എ ബെറ്റർ ആൻഡ് കുക്കിംഗ്. നമ്മളിപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ ഒരു ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഫോമുലേറ്റ് ചെയ്യണം. ദെൻ അടുത്തത് ഇതിനകത്തുള്ള ഈ ഒരു സ്റ്റെപ്സ് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ വായിച്ച് നോക്കുക. അടുത്ത ഹ്യൂറിസ്റ്റിക് പ്രോബ്ലം സോൾവിങ്. സോ ഇപ്പോൾ ഹ്യൂറിസ്റ്റിക് ഈസ് എ പ്രാക്ടിക്കൽ approach to problem solving based on experience and intuition. It does not guarantee a perfect solution but provide a good enough solution quickly, often through rules of thumb or educated guesses. സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുറച്ചും കൂടി എന്താണ് സിസ്റ്റമാറ്റിക് വേയിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സൊല്യൂഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു സൊല്യൂഷൻ വേണമെന്ന് പറയുന്നത് അതിനകത്ത് ഇപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസിന് പകരം നമുക്ക് എന്താണ്, ഇപ്പോൾ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറഞ്ഞു പോയാലോ, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഈ ഒരു പെർഫെക്റ്റ് കണ്ടീഷനിൽ ഇത് ചെയ്തില്ലെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ഇത് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു മെത്തേഡാണ് എന്ത് അൽഗോരിതമിക് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ട്രയൽ ആൻഡ് എറർ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കതിനകത്ത് എപ്പോൾ ആൻസർ കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ ഒരു സൊല്യൂഷൻ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് അറിയില്ല. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിംഗ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് ഇൻറ്റ്യൂഷൻ. ഇവിടെ നമ്മൾ എന്താണ്, എക്സ്പീരിയൻസ്, പാസ്റ്റ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇൻറ്റ്യൂഷൻ അത് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹ്യൂറിസ്റ്റിക് അപ്രോച്ച്. സോ ഇപ്പോൾ ഇവിടെ എന്താണ്, ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നില്ല, ഒരു ഗുഡ് ഇനഫ് സൊല്യൂഷൻ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്. പിന്നെ സോ ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വെൻ ഡ്രൈവിംഗ് ഇൻ എ സിറ്റി വിത്ത് ഫ്രീക്വൻറ്റിയസ് ട്രാഫിക് കൺജസ്റ്റൻ യു മൈറ്റ് യൂസ് എ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് ടു ഫൈൻഡ് ദി ഫാസ്റ്റസ്റ്റ് റൂട്ട് ടു യുവർ ഡെസ്റ്റിനേഷൻ. നമ്മളൊരു സിറ്റി കൂടെ എന്താണ്, ഹൈ ട്രാഫിക്കുള്ള ഒരു സിറ്റി കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ എത്തിച്ചേരുക എന്നുള്ളത്. സോ ഇപ്പോൾ അവിടെ എത്തിച്ചേരാൻ നമുക്ക് എന്ത് ചെയ്യാം, ഫാസ്റ്റസ്റ്റ് റൂട്ട് കണ്ടുപിടിക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് നമുക്ക് യൂസ് ചെയ്യാം. അതാണ് അല്ലെങ്കിൽ എന്താണ്, ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് from your experience that certain streets are typically less congested during rush hours. സോ അപ്പോൾ നമ്മൾ എന്താണ്, ഈ ഒരു ഹ്യൂറിസ്റ്റിക് അപ്രോച്ചിലെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഓൾറെഡി എന്താണ്, പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു കേസിലെ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെർട്ടൻ അവേഴ്സിൽ നമുക്കറിയാവുന്ന ഒരു സിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയുണ്ടാവില്ല ഏതൊക്കെ അവേഴ്സിൽ എവിടെയൊക്കെ ഏതൊക്കെ റൂട്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്, റഷ് അല്ലെങ്കിൽ ട്രാഫിക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കുറവ് ട്രാഫിക് ഉണ്ടാവുക. അതാണ് നമ്മുടെ ഈ ഒരു കേസിലെ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ദെൻ കറണ്ട് കണ്ടീഷൻ, യു യൂസ് എ ട്രാഫിക് ആപ്പ് ടു ചെക്ക് കറണ്ട് ട്രാഫിക് കണ്ടീഷൻ ലുക്കിംഗ് ഫോർ റെഡ് ഓർ യെല്ലോ ഇൻഡിക്കേറ്റേഴ്സ് ഓൺ മേജർ റോഡ്സ്. സോ ഇപ്പോൾ അടുത്ത എന്താണ്, നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു ആപ്പ് യൂസ് ചെയ്യുക സെർട്ടൻ റോഡ്സിൻ്റെ ട്രാഫിക് കണ്ടീഷൻ അറിയാൻ വേണ്ടി. ഓൾട്ടർനേറ്റീവ് റോഡ് യു കൺസിഡർ സൈഡ് സ്ട്രീറ്റ് ആൻഡ് ഷോർട്ട് കട്ട് യു ഹാവ് യൂസ്ഡ് ബിഫോർ ദാറ്റ് ടെൻഡ് ടു ബി ലെസ് ബിസി. സോ അടുത്തത് എഗെയിൻ നമ്മൾ എന്താണ്, നമുക്കൊരു ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുന്നത്, നമുക്ക് എന്താണ് സെർട്ടൻ പ്രീവിയസ്ലി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും റോഡ്സ് ഇപ്പോൾ നമ്മൾ എന്താണ് ബിസി അല്ലാതെ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ചിലപ്പോൾ സെർട്ടൻ റോഡ്സ് ബിസി ആവുന്നുള്ള ഒരു ഇൻറ്റ്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യാം, ലെസ് ട്രാഫിക്കുള്ള റോഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്ത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ ആ ഒരു റൂട്ട് യൂസ് ചെയ്താൽ ഡെസിഷൻ ബേസ്ഡ് ഓൺ ദി ആപ്പ് യുവർ നോളജ് യു ഡിസൈഡ് ടു അവോയ്ഡ് ദി മെയിൻ ഹൈവേ വിഷ് ഓഫ് ഹെവി കൺജഷൻ ആൻഡ് ടേക്ക് എ സീരീസ് ഓഫ് ബാക്ക് റോഡ്സ് ദാറ്റ് യൂഷ്വലി ഹാവ് ലൈറ്റ് ട്രാഫിക്. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റ്യൂഷൻസ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡിസിഷൻ എടുക്കുക, അതായത് ഏത് റോഡ് യൂസ് ചെയ്യണം എന്നുള്ളത്. സോ this heuristic approach does not guarantee that you will find the absolute fastest route. സോ ഇപ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താണ്, ഇപ്പോൾ നമ്മളൊരു ആപ്പ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു അനാലിറ്റിക്കൽ സൊല്യൂഷനാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാമെന്ത് നമുക്ക് നമ്മുടെ സക്സസ്ഫുൾ ആവുമെന്ന്. പക്ഷേ ഒരു ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുക, അതുപോലെ പാസ്റ്റ് എക്സ്പീരിയൻസ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല എന്ത്,
നമ്മുടെ ഇൻറ്റ്യൂഷൻ ഇപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. സോ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ അതുപോലെ തന്നെ എന്താണ് നമുക്കറിയില്ല, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് നമുക്കറിയില്ല. സോ ഇപ്പോൾ ഈ ഒരു കേസിൽ ഹ്യൂറിസ്റ്റിക് അപ്രോച്ചിനകത്ത് എന്താണ്, ഡസ് നോട്ട് ഗ്യാരണ്ടി ദാറ്റ് യു വിൽ ഫൈൻഡ് ദി ആബ്സല്യൂട്ട് ഫാസ്റ്റസ്റ്റ് റൂട്ട്. സോ അപ്പോൾ ആബ്സല്യൂട്ട്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യാതൊരു ഗ്യാരണ്ടിയിലായിട്ട് കമ്പൈൻ യുവർ എക്സ്പീരിയൻസ് ആൻഡ് റിയൽ ടൈം ഡാറ്റ ടു മേക്ക് ആൻ ഇൻഫോംഡ് എഫിഷ്യൻറ്റ് ഡിസിഷൻ. സോ ഇപ്പോൾ നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ എന്താണ് പ്രസൻറ്റ് ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ലൈക്കലി സേവിങ് യുവർ ടൈം കമ്പയർഡ് ടു ബ്ലൈൻഡ്ലി ഫോളോയിങ് ദി മെയിൻ റൂട്ട്. സോ ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് പ്രോബ്ലം സ്ട്രാറ്റജീസ് അറിഞ്ഞു വെക്കുന്നത് എന്തിനാണ്, നമുക്ക് അഡാപ്റ്റബിൾ ആവാൻ, അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഔട്ട്കം ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ സ്കിൽ ഡെവലപ്ഡ് ആവുക. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും ഡിഫറൻറ്റ് അപ്രോച്ചസ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിച്ചു വെക്കുന്നത്. സോ ഇനി ഒരു പ്രോബ്ലം സോൾവിങ്, കമ്പ്യൂട്ടർ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. സോ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. നമ്മൾ ജസ്റ്റ് ജോർജ് പോളിയ മെത്തേഡിനകത്ത് കണ്ടതുപോലെ തന്നെ എന്താണ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോബ്ലം മീൻസ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ അറിയണം. സോ എഫിഷ്യൻറ്റ് പ്രോബ്ലം സോൾവിങ് ഡിമാൻഡ്സ് എ തറോ നോളജ് ഓഫ് പ്രോബ്ലം ഡൊമൈൻ. വൺസ് യു ഹാവ് ഐഡൻറ്റിഫൈഡ് ദ പ്രോബ്ലം എക്സാക്ട് നേച്ചർ മസ്റ്റ് ബി സോർട്ട് ആൻഡ് ഡിഫൈൻഡ്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, സോ അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഡൊമൈൻ, അതായത് ഈ നമുക്ക് ഒരു പ്രോബ്ലം നമ്മുടെ കൈ കിട്ടി കഴിഞ്ഞാൽ എന്താണ്, അതിന് സ്പെസിഫിക് ആയിട്ട് ഒരു ഡൊമൈൻ ഉണ്ടായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ അപ്പോൾ നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, എക്സാക്ട് നേച്ചർ മസ്റ്റ് ബി സോർട്ട് ആൻഡ് ഡിഫൈൻഡ്. സോ എന്താണ് നമ്മൾ ഏതൊരു നേച്ചർ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പ്രോബ്ലത്തിനെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. സോ ദ പ്രോബ്ലം കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ആൻഡ് കൺസ്ട്രെയിൻറ്റ് ഇഫ് എനി അതർ ടു ബി അണ്ടർസ്റ്റുഡ് പ്രോപ്പർലി. സോ ഇപ്പോൾ നമ്മൾ ആ ഒരു പ്രോബ്ലത്തിൻ്റെ കോണ്ടെക്സ്റ്റ് അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്, അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ഇപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ആണ്, അതുപോലെ തന്നെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വരുന്ന കൺസ്ട്രെയിൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ആണ്, അതുപോലെ തന്നെ ഇനി അതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. ദെൻ ടെക്നിക് യൂസ് ടു ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് ദി പ്രോബ്ലം. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡാറ്റ കളക്ഷൻ എങ്ങനെ ചെയ്യാം, ജസ്റ്റ് കണ്ടക്ടിങ് ഇൻ്റർവ്യൂസ് ആൻഡ് സെൻഡിങ് ക്വസ്റ്റ്യനെയർ ടു ദി സ്റ്റേക്ക് ഹോൾഡർ പീപ്പിൾ ഹു ആർ കൺസേൺഡ് വിത്ത് ദിസ് പ്രോബ്ലം. സോ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളെങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡാറ്റ കളക്ഷൻ നടത്തുക, ത്രൂ സർവേസ്. സോ നമുക്ക് ഫീൽഡ് സർവേ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി ഉള്ള ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്രീവ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഓൺലൈൻ സർവീസ് നടത്താം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു സെൻഡിങ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. സോ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സെറ്റ് ഓഫ് ഇൻഫർമേഷൻസ് വേണം. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞതാണ് എന്ത് ഇൻഫർമേഷൻസ് വേണമെന്നുള്ളൊരു കാര്യം ഈ ഒരു കേസിനകത്ത്. സോ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗ്യാദർ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം. ദെൻ അടുത്തത് സെഗ്മെൻറ്റ് എ ബിഗ് പ്രോബ്ലം ഇൻടു സിമ്പിൾ മാനേജബിൾ വൺസ് ഓഫൺ ഹെൽപ്പ് യു ടു ഡെവലപ്പ് എ ക്ലിയർ പിക്ചർ ഓഫ് ദി പ്രോബ്ലം. പ്രോബ്ലം അതെന്താണ് ആ ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക, അതായത് അതിനെന്തൊക്കെ മീൻസ് കോണ്ടെക്സ്റ്റ്, പ്രോബ്ലത്തിൻ്റെ കോണ്ടെക്സ്റ്റ്, അതുപോലെ തന്നെ പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ്, ദെൻ കൺസ്ട്രെയിൻസ്, ദെൻ നമുക്ക് എന്താണ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയാം നമുക്ക്. സോ ഇപ്പോൾ അതിന് വേണ്ട സ്റ്റെപ്സ് യൂസ് ചെയ്യുക. ദെൻ അതെന്ത് ചെയ്യാം, നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നാണ് പറയുക, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു മോഡ്യൂൾസ് ഒക്കെ ഒരു പ്രോബ്ലത്തിന് ഡിഫറെൻറ്റ് മോഡ്യൂൾസ് ഒക്കെ, അതായത് ഈസിലി അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലത്തിന് ചെറിയ ചെറിയ സബ് പ്രോഗ്രാംസ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. സോ അത് അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം, ഫോർമുലേറ്റ് മോഡൽ ഫോർ ദി സൊല്യൂഷൻ. സോ എന്താണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഡിവൈസ് പ്ലാൻ എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞത്. സോ നമ്മളൊരു മോഡൽ ഫോർമുലേറ്റ് ചെയ്യുക. ഇഫ് ദ പ്രോബ്ലം ഈസ് അണ്ടർസ്റ്റുഡ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ടു ഡിവൈസ് എ സൊല്യൂഷൻ യു ഷുഡ് നൗ ഐഡൻറ്റിഫൈ വേരിയസ് വേസ് ടു സോൾവ് ദ പ്രോബ്ലം. സോ അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ചെയ്യാം, ബ്രെയിൻ സ്റ്റോമിംഗ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ബ്രെയിൻ റൈറ്റിംഗ് അല്ലെങ്കിൽ മൈൻഡ് മാപ്പിംഗ് യൂസ് ചെയ്യാം, മാത്തമാറ്റിക്കൽ മോഡലിംഗ് അല്ലെങ്കിൽ സിമുലേഷൻ മോഡലിംഗ് യൂസ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു പ്രോബ്ലത്തിന് എങ്ങനെ സോൾവ് ചെയ്യാനുള്ള ഒരു പ്ലാൻ നമ്മൾ എന്ത് ചെയ്യണം, ഫോർമുലേറ്റ് ചെയ്തെടുക്കുക. അതാണ് എന്ത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ നമ്മുടെ കയ്യിൽ ഡാറ്റാസ് കിട്ടി കഴിഞ്ഞു, നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ ഒബ്ജക്റ്റീവും കൺസ്ട്രെയിൻസ് ഒക്കെ നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി വേണ്ടത് എന്താണ്, ഒരു പ്ലാൻ, എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താന്നുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ അതിനകത്ത് ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂഷൻ കണ്ടെത്താം. സോ ഫസ്റ്റ് വരുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ് ആണെങ്കിൽ വൺ ഓഫ് ദ വേ എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. കോമൺലി യൂസ് ടെക്നിക് ഫോർ ജനറേറ്റിംഗ് എ ലാർജ് നമ്പർ ഓഫ് ഐഡിയാസ് വിത്തിൻ എ ഷോർട്ട് ടൈം. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു ഡൈവേർജൻ തിങ്കിങ് ആണ്, അല്ലെങ്കിൽ ഡൈവേഴ്സ് സൊല്യൂഷൻസിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതായത് ഒരൊറ്റ പ്രോബ്ലത്തിന് തന്നെ ഡിഫറൻറ്റ് സൊല്യൂഷൻസ് കണ്ടെത്താം, അല്ലെങ്കിൽ ഡിഫറൻറ്റ് വേസിൽ നമുക്ക് അതിനെ സോൾവ് ചെയ്യാം. അതിനാണ് നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ദെൻ ബ്രെയിൻ റൈറ്റിംഗ്, ഈ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് ചിന്തിക്കാം, അതിനാണ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം, ലാർജ് നമ്പർ ഓഫ് ഐഡിയാസ്
പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക കണ്ടുപിടിക്കുക മീൻസ് ജസ്റ്റ് നമുക്കറിയില്ല ഇത്രയും ഐഡിയാസിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു സെറ്റ് ഓഫ് നമ്പർ ഓഫ് ഐഡിയാസ് കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ബ്രെയിൻ റൈറ്റിംഗ് ആൻഡ് മൈൻഡ് മാപ്പിംഗ് ആർ two alternative technique that you employ here. The generated idea are then transformed into conceptual model that can be easily converted to a solution. So ഇപ്പോൾ മൈൻഡ് മാപ്പിംഗ് അല്ലെങ്കിൽ ബ്രെയിൻ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഐഡിയാസിനൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതായത് എങ്ങനെ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ സൊല്യൂഷൻസിലേക്ക് എത്തിച്ചേരാന്നുള്ള ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബ്രെയിൻ റൈറ്റിംഗ് അല്ലെങ്കിൽ മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആൻഡ് സിമുലേഷൻ മോഡലിംഗ് ആർ ടു പോപ്പുലർ മോഡലിംഗ് ടെക്നിക് ദാറ്റ് യു കുഡ് അഡോപ്റ്റ്. വട്ട് എവർ ദ മോഡലിംഗ് ടെക്നിക് ഈസ് എൻഷുർ ഡിഫൈൻഡ് മോഡൽ അക്യുറേറ്റ്ലി റിഫ്ലക്ട് ദി കൺസീവ്ഡ് ഐഡിയാസ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ള ഒരു മാത്തമാറ്റിക്കൽ മോഡലിംഗ് യൂസ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഇപ്പോൾ ഫിസിക്കൽ പ്രോബ്ലം ആണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിമുലേഷൻസ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിമുലേഷൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ സിമുലേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമുക്ക് ആ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു വിർച്വൽ എൻവയോൺമെൻറ്റിൽ സിമുലേറ്റ് ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മോഡൽ ഫോമുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രെയിൻ സ്റ്റോമിംഗ് യൂസ് ചെയ്യാം. ബ്രെയിൻ സ്റ്റോമിംഗ് ദെൻ അതിനെ വരുന്നതാണ് മൈൻഡ് മാപ്പിംഗ് അല്ലെങ്കിൽ ബ്രെയിൻ റൈറ്റിംഗ്. ദെൻ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ, ഫിസിക്കൽ പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാത്തമാറ്റിക്കൽ മോഡലിംഗ് അല്ലെങ്കിൽ സിമുലേഷൻസും യൂസ് ചെയ്യാം. ഇതാണ് ഇഫക്റ്റീവ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. ദെൻ ഡെവലപ്പ് ആൻ അൽഗോരിതം. അപ്പോൾ അടുത്തത് ജോർജ് പോളിയനകത്ത് നമ്മൾ പറഞ്ഞ എന്താണ്, ഡിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്ലാൻ ക്യാരി ഔട്ട് ചെയ്യുക. ഇവിടെ എന്താണ്, നമ്മൾ ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്യുക. വൺസ് എ ലിസ്റ്റ് ഓഫ് പോസിബിൾ സൊല്യൂഷൻ ഈസ് ഡിറ്റർമൈൻഡ് ദ ഹാവ് ടു ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഫോമൽ റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഈസ് അൽഗോരിതം. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ബ്രെയിൻ സ്റ്റോമിങ്ങിൽ നമ്മൾ എന്താണ് ഡിഫറൻറ്റ്, അതായത് ഒരു നമ്പർ ഓഫ് ഐഡിയാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ടാവും. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം, പോസിബിൾ സൊല്യൂഷൻസ് ഉള്ള ഒരു ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഡിറ്റർമൈൻ ചെയ്യുക. പിന്നെ അതിനെ അൽഗോരിതംസ് ആക്കി മാറ്റി. ഇൻ ദിസ് സ്റ്റെപ്പ് assess the pros and cons of each algorithm to select the best one. The assessment factors memory, time, lineup code. So ഇപ്പോൾ ഈ ഒരു തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അൽഗോരിതത്തിനെ അനലൈസ് ചെയ്യണം. നമ്മൾ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് അഡ്വാൻറ്റേജസോ ലിമിറ്റേഷൻസോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അൽഗോരിതം വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. സോ അപ്പോൾ അൽഗോരിതം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഏറ്റവും ഫാസ്റ്റ് ആയിരിക്കും. ദെൻ മെമ്മറി, അതായത് ലെസ് മെമ്മറി, ലെസ് സ്പേസ് യൂസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അല്ലെങ്കിൽ ഒരു അൽഗോരിതം വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ എന്താണ്, ലൈൻസ് ഓഫ് കോഡ്, അതായത് ലീസ്റ്റ് ലൈൻ ഓഫ് കോഡിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു അൽഗോരിതം വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. പിന്നെ വരുന്നത് ടൈമാണ്. അപ്പോൾ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന അൽഗോരിതം വേണം ചൂസ് ചെയ്യാൻ. ദെൻ കോഡ് ദി അൽഗോരിതം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു അൽഗോരിതത്തിന് എന്ത് ചെയ്യണം, കോഡ് ചെയ്യണം. സോ നമ്മൾ അൽഗോരിതം ഫൈൻഡ് ചെയ്തു, അതായത് ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെ നമ്മൾ ഡിഫറൻറ്റ് ഐഡിയാസ് കണ്ടുപിടിച്ചു, അതിനകത്തുള്ള ബെസ്റ്റിനെ നമ്മൾ സോർട്ട് ചെയ്തെടുത്തു. ദെൻ അതിൽ നിന്ന് എന്ത് ചെയ്യും, ഒരെണ്ണം ചൂസ് ചെയ്തു, നമ്മൾ എന്ത് ചെയ്യണം, അടുത്തത് കോഡ് ചെയ്യാണ് വേണ്ടത്. യു ഇംപ്ലിമെൻറ്റ് ഇറ്റ് ഇൻ ആൻ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം ആൻഡ് യു ഡിറ്റർമൈൻ ദി ബെസ്റ്റ്. അപ്പോൾ എന്താണ് ബെസ്റ്റ് സൊല്യൂഷൻ നമ്മൾ അല്ലെങ്കിൽ ബെസ്റ്റ് വേ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യാം, എക്സാക്ട് കമ്പ്യൂട്ടർ മെഷീൻ കോഡാക്കി മാറ്റുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പ്രോഗ്രാം ആക്കി കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കോഡ് ചെയ്തെടുക്കുക. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ടെസ്റ്റ് ദ പ്രോഗ്രാം. നോബഡി ഈസ് പെർഫെക്റ്റ്. വൺസ് യു ആർ ഡൺ യു ഹാവ് ടു ഇൻസ്പെക്ട് ദ കറക്റ്റ്നെസ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഡീബഗ്ഗിംഗ് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു സ്റ്റേജിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തുള്ള എറേഴ്സ് കണ്ടുപിടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ്സ്, അതായത് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കോഡിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ ഇപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ എന്ത് ചെയ്യാം, റെക്ടിഫൈ ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ അതിനകത്ത് ദിസ് ഈസ് ഫോർമലി കോൾഡ് ടെസ്റ്റിംഗ്. ഡ്യൂറിംഗ് ദ ടെസ്റ്റിംഗ് ഇവാലുവേറ്റഡ് ആസ് ടു വാട്ട് എവർ ഇറ്റ് whether it produces the desired output and unexpected output is an error. സോ അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിനെ ടെസ്റ്റിംഗ് എന്നാണ് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡീബഗ്ഗിംഗ് എന്നൊക്കെ പറയാം. ഇപ്പോൾ എന്താണ് പെർഫെക്റ്റ് ഒരു കോഡിങ്ങിൻ്റെ കേസിനകത്ത് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡീബഗ്ഗിംഗ് എന്നാണ് പറയുന്നത്. ദെൻ ഇവാലുവേറ്റ്, സോ വെദർ ഇറ്റ് പ്രൊഡ്യൂസസ് ദ ഡിസൈർഡ് ഔട്ട്പുട്ട്, നമുക്ക് എന്താണ് ഡിസൈർഡ് ഔട്ട്പുട്ട് തരുമെന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇതിനകത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഇറേഴ്സ് വരുന്നുണ്ട്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് വേറെ നോക്കി നോക്കുക. എക്സിക്യൂട്ടഡ് വിത്ത് ഡിഫറൻറ്റ് സ്റ്റെപ്സ് ഇൻപുട്ട് ടു ഡിറ്റക്ട് ഇറേഴ്സ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇതിനകത്തേക്ക് ഡിഫറൻറ്റ് ഇൻപുട്സ് കൊടുത്ത് നോക്കുക. എന്തിനു വേണ്ടിയിട്ട്, ഇതിനകത്തുള്ള ഇറേഴ്സ് ഡിറ്റക്ട്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ടെസ്റ്റ് ദ പ്രോഗ്രാം വിത്ത് ഓൾ പോസിബിൾ ഇൻപുട്ട്. ഇൻസ്റ്റഡ് എ സ്മോൾ സെറ്റ് ഓഫ് representative input are called a test suite is identified. If the program runs correctly on the test suite, then it is concluded that the program will probably the correct for all inputs. So അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻറ്റയർ ഡാറ്റ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഏറ്റവും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ നമുക്കൊരു പ്രോഗ്രാമിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് പറ്റുന്ന തരത്തിൽ അതിനെ ടെസ്റ്റ് ചെയ്യാം. സോ ഇപ്പോൾ ഒരു ടെസ്റ്റ് സാറ്റിസ്ഫൈ കറക്റ്റ് പ്രോഗ്രാം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പ്രോബബ്ലി ബി ദ കറക്റ്റ് ഫോർ ഓൾ ഇൻപുട്ട്. യു ക്യാൻ ഗെറ്റ് ദ ഹെൽപ്പ് ഓഫ് ആൻ ഓട്ടോമാറ്റഡ് ടെസ്റ്റിംഗ് ടൂൾ ടു ജനറേറ്റ് എ ടെസ്റ്റ് സ്യൂട്ട് ഫോർ യുവർ കോഡ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓട്ടോമാറ്റഡ് ടെസ്റ്റിംഗ് ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ടെസ്റ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഡീബഗ്ഗിംഗ് വിച്ച് ഇൻവോൾവ്സ് ഫിക്സിംഗ് ഓർ റിസോൾവിംഗ് ദ എറേഴ്സ് ഐഡൻറ്റിഫൈ ദ ഡ്യൂറിംഗ് ടെസ്റ്റിംഗ്. സോ ഇപ്പോൾ
സോ ഇപ്പോൾ എറർ ഫൈൻഡ് ചെയ്യുക, അതിനെ റിസോൾവ് ചെയ്യുക, അതിന് ഫിക്സ് ചെയ്യുക, അതിനെ നമ്മളെന്ന് പറയുന്നത് ഡിബാഗിംഗ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് എറേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റിസോൾവ് ചെയ്യുക. ടെസ്റ്റ് ആൻഡ് ഡിബാഗിംഗ് ഷുഡ് ബി റിപ്പീറ്റഡ് അണ്ടിൽ ദ എറേഴ്സ് ആർ ഫിക്സഡ്. സോ ഈ ഒരു സ്റ്റെപ്സ് ഡിബാഗിങ്ങും ടെസ്റ്റിങ്ങും നമ്മൾ എന്ത് ചെയ്യണം, എറേഴ്സ് അതിനകത്തുള്ള കംപ്ലീറ്റ് എറേഴ്സും റിസോൾവ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത് evaluate the solution. This final step is crucial to ensure that program effectively addresses the problem and attains the desired objective you have. സോ ഇപ്പോൾ എന്താണ് ഫൈനൽ സ്റ്റെപ്പിനകത്ത് ഈ ഒരു പ്രോഗ്രാം നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യണം. ദെൻ യു ഹാവ് ടു ഫസ്റ്റ് ഡിഫൈൻ ദി ഇവാലുവേഷൻ ക്രൈറ്റീരിയ. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ നമ്മൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതായത് സർട്ടൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കറക്റ്റാണ് നമ്മൾ പറയും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ഡിഫൈൻ ചെയ്ത് വെക്കുക ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ദെൻ ദീസ് കോഡ് ഇൻക്ലൂഡ് metrics like efficiency, feasibility, stability, scalability. Few to mention, the potential risk that could arise with the program deployment are also to be assessed. സോ ഇപ്പോൾ അതിനകത്ത് നമുക്ക് എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളത്, എന്തൊക്കെ എഫിഷ്യൻസി, ഫീസിബിലിറ്റി, ദെൻ സ്കെയിലബിലിറ്റി, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയനകത്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ പൊട്ടൻഷ്യൽ റിസ്ക് that could arise with the program deployment are also be assessed. ഇതിൻ്റെ ഈ ഒരു പ്രോഗ്രാം അപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അപ്പോൾ അതിനകത്ത് വലിയ റിസ്ക്സ് ഉണ്ടാവില്ല. പക്ഷേ നമ്മളത് ഒരു വർക്ക് ചെയ്യുന്ന ഒരു വിർച്വൽ എൻവയോൺമെൻറ്റ് അല്ലാതെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ പൊട്ടൻഷ്യൽ റിസ്ക് നമ്മൾ എന്ത് ചെയ്യണം, അസസ് ചെയ്ത് വെക്കണം. കളക്ട് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഫീഡ്ബാക്ക് ഫ്രം ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഫീഡ്ബാക്ക് എടുക്കുക. നമ്മൾ ജോർജ് പോളി മെത്തേഡിനകത്ത് പറഞ്ഞാണ് എന്ത് ഫീഡ്ബാക്ക് എടുക്കണം എന്നുള്ളത്. ബേസ്ഡ് ഓൺ ദ ഫീഡ്ബാക്ക് യു ഹാവ് ടു വർക്ക് ഓൺ മേക്കിംഗ് നെസസറി ഇംപ്രൂവ്മെൻറ്റ്സ് ടു ദ പ്രോഗ്രാം. നെവർത്തിലെസ് ദ റിഫൈൻഡ് കോഡ് ഷുഡ് ബി ഓൾസോ സബ്ജക്ട് ടു റിഗറസ് ടെസ്റ്റിംഗ്. സോ ഇപ്പോൾ എന്താണ്, ഫീഡ്ബാക്കിന് ശേഷം എന്ത് ചെയ്യാം, ഈ കോഡ് റിഫൈൻ ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യണം, അതിനെ ടെസ്റ്റ് ചെയ്യണം. സോ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. സോ അപ്പോൾ നമ്മൾ അൽഗോരിതം തിങ്കിങ് വിത്ത് പൈത്തൺ എന്ന് പറയുന്നതിനകത്ത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ കണ്ടത് പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് മാത്രമാണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അത്രയും കാര്യങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കോഴ്സിനകത്തേക്കൊക്കെ പോകാം. സോ ഇപ്പോൾ എല്ലാവർക്കും നന്ദി. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത്